إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله الله تعالى بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم تسليما كثيرا كثيرا وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أوصيكم عباد الله أولا بتقوى الله. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധമായ റമളാനിൻ്റെ ദിനരാത്രങ്ങൾ നമ്മളോട് വിട പറഞ്ഞ ഒരു ജുമുഅയിലാണ് നമ്മൾ ഓരോരുത്തരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ആ റമളാനിൻ്റെ ദിനരാത്രങ്ങളിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ സാധിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ നമ്മൾ ചെയ്തതായ മുഴുവൻ കർമ്മങ്ങളെയും അല്ലാഹു പരിപൂർണമായ അർത്ഥത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഹൃദയത്തിൽ നിന്നും നന്മകളുടെ വാതിലുകൾ അതൊന്നും പൂർണ്ണമായി അടഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ് പരിശുദ്ധമായ റമളാൻ മാസം നമ്മിലേക്ക് സമാഗതമായപ്പോൾ ആ പരിശുദ്ധ റമളാനിനെ പരിപൂർണാർത്ഥത്തിൽ സ്വീകരിക്കുകയും തങ്ങളാൽ കഴിയുന്നതായ പ്രവർത്തനങ്ങൾ അതിൽ അധികരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ഈമാനികമായ അവസ്ഥക്ക് മാറ്റം വരുത്താൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിരന്തരം പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിൽ നിന്നും പരിപൂർണമായും നന്മയുടെ കവാടങ്ങൾ പൂർണ്ണമായും അടക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. പ്രിയപ്പെട്ടവരെ, ആ റമളാനിൻ്റെ ശേഷം എന്ത് എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ, ചോദ്യം നമ്മൾ അന്വേഷിക്കുകയാണ് എങ്കിൽ അതിൻ്റെ ഉത്തരമായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ ഒരു ആയത്താണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത് കാണാം, വഅബ്ദുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. നീ നിന്റെ റബ്ബിനെ ആരാധിക്കണം, നീ നിന്റെ റബ്ബിനെ ഇബാദത്ത് എടുക്കണം. ഹത്താ യഅതിയകൽ യഖീൻ, പരിശുദ്ധമായ റമളാനിൽ മാത്രം എന്നല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഹത്താ യഅതിയകൽ യഖീൻ, മരണം എന്ന സത്യം നിന്നെ കണ്ടുമുട്ടുന്നത് വരെ, നിന്നിലേക്ക് വന്നെത്തുന്നത് വരേക്കും നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് എടുത്തുകൊണ്ടേയിരിക്കണമെന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത്. അപ്പോൾ ഈ റമളാനിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടോ, ഏതെല്ലാം രൂപത്തിൽ ഈമാനിൻ്റെ വർധനവ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടോ, അതെല്ലാം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഈ റമളാനിന് ശേഷവും നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. നമ്മൾ ഈ റമളാനിൽ നേടിയ തഖ്വ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന നിരോധനങ്ങൾ ജീവിതത്തിൽ പാലിക്കുക എന്നുള്ള ഈ കാര്യം, അത് നിന്നു പോകാൻ വേണ്ടി ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എന്തെല്ലാം കർമ്മങ്ങൾ നമ്മൾ റമളാനിൽ ചെയ്തിട്ടുണ്ടോ ആ കർമ്മങ്ങളെ തുടർത്തുക എന്നുള്ളതാണ്.
ഹൃദയത്തിലുള്ള തഖ്വ എന്ന് പറയുന്നത് അത് നിലനിന്ന് പോകാൻ വേണ്ടി ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അമലു സ്വാലിഹാത്തുകൾ നിത്യജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം അഹ്ലുസുന്നത്തിന്റെ അഖീദയിൽപ്പെട്ടതാണ്, വിശ്വാസ കാര്യങ്ങളിൽപ്പെട്ട കാര്യമാണ്. ഒരാളുടെ ഈമാൻ എന്ന് പറയുന്നത് അത് യസീദു ബിത്വാഅ വയൻഖുസു ബിൽ മഅസിയ. അയാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കുന്ന കാലത്തോളം അവന്റെ ഈമാൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതോടൊപ്പം തന്നെ വയൻഖുസു ബിൽ മഅസിയ, അവൻ തിന്മകൾ ചെയ്യുന്നുണ്ടോ അവന്റെ ആ ഈമാൻ അതിന്റെ ഗ്രാഫ് കുറഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ളത് അഹ്ലുസുന്നത്തിന്റെ വിശ്വാസമാണ്. അപ്പൊ സ്വാഭാവികമായി നമ്മൾ അമലുകൾ നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ തഖ്വ നിലനിൽക്കാൻ കാരണമായി തീരുമെന്നുള്ളത് തന്നെയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും പ്രിയങ്കരമായ കർമ്മങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്വമുഹ, അത് എന്നെന്നും ചെയ്യുന്നതാണ് എന്ന്. ഏതെങ്കിലും ഒരു സീസൺ വരുമ്പോൾ, ഏതെങ്കിലും ഒരു സമയം വരുമ്പോൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, എന്നിട്ട് പിന്നെ അതെല്ലാം ഒഴിവാക്കുന്നു എന്നുള്ളതിനേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവൻ നിത്യമായി ചെയ്യുന്ന, ഒരടിമ നിത്യമായി ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം പറഞ്ഞു, വഇൻ ഖല്ല, അത് എത്ര കുറവായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അതാണ് ഇഷ്ടം. മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ പറ്റി പറയുന്നതും കാണാം, കാനത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ഇദാ അമിലത്തിൽ അമല ലസിമതുഹു. ഒരു ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരു അമൽ ചെയ്യുകയാണ് എങ്കിൽ അത് നിത്യജീവിതത്തിൽ ഉടനീളം മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ ചെയ്യുമായിരുന്നു. അപ്പൊ പ്രിയപ്പെട്ടവരെ, സൂചിപ്പിക്കുവാനുള്ളത് റമളാനിനെ കാത്തു നിൽക്കുന്നവരാകരുത് നമ്മൾ ആരും. റമളാൻ വരട്ടെ അതിൽ അമൽ ചെയ്യാം എന്ന് വിചാരിക്കുന്നവരാകരുത്. റമളാനിൽ കുറെ അമൽ ചെയ്തിട്ടുണ്ടല്ലോ എന്നും വിചാരിക്കുന്നവരാകരുത് വിശ്വാസി എന്ന് പറയുന്നത്. അവൻ എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇബാദത്ത് എടുക്കുന്നവനാവണം. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, മരണമാസന്നമാകുന്നത് വരേക്കും അവന്റെ ജോലി എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, റമളാനിൽ എന്തെല്ലാം കർമ്മങ്ങൾ നമ്മൾ പുതുതായി ചെയ്തോ, റമളാനിൽ എന്തെല്ലാം കർമ്മങ്ങൾ നമ്മൾ നിത്യമായി കൊണ്ടുവന്നോ, അതെല്ലാം റമളാനിന് ശേഷവും നമ്മൾ തുടർത്തേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ജമാഅത്ത് നമസ്കാരങ്ങൾ. ഈ 29 ദിവസങ്ങളിൽ, റമളാനിന്റെ 29 ദിവസങ്ങളിൽ കൃത്യമായും പള്ളിയിലേക്ക് 5 വക്ത് നമസ്കാരത്തിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ വേണ്ടി അങ്ങേയറ്റം പരിശ്രമിച്ചിട്ടുണ്ട്. ആ പരിശ്രമം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമുക്കുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, സ്വലാത്തുൽ ജമാഅത്തി തഫ്ളുലു സ്വലാത്തുൽ ഫർദി ബി 27 ദറജ. ഒരാൾ ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും ഒരാൾ ജമാഅത്തായിക്കൊണ്ട് നമസ്കരിക്കുകയാണ് എങ്കിൽ. അപ്പോൾ ഓരോ ദിവസവും 27 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന 5 വക്ത് നമസ്കാരങ്ങൾ കൃത്യമായും പള്ളിയിലെത്തി നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ റമളാനിൽ ചെയ്ത ഒരു കർമ്മമാണ് നമ്മുടെ രാത്രി നമസ്കാരം എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലുസ് സ്വലാത്തി ബഅദൽ ഫരീളത്തി സ്വലാത്തുൽ ലൈൽ. ഒരാളുടെ നിർബന്ധ നമസ്കാരങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് ഏറ്റവും ശ്രേഷ്ഠകരമായ നമസ്കാരം എന്ന് പറയുന്നത് സ്വലാത്തുൽ ലൈലി, അത് രാത്രിയിലുള്ള നമസ്കാരമാണ് എന്നാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിന് അങ്ങേയറ്റം സ്ഥൈര്യം നൽകുന്ന, അവന്റെ മനസ്സിന് ഈമാൻ നൽകുന്ന, തഖ്വ നൽകുന്ന ഒരു പ്രവർത്തനമാണ് രാത്രിയിലുള്ള നമസ്കാരം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ആരാലും അറിയാതെ തൻ്റെ റൂമിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട്, തൻ്റെ ഭാര്യ പോലും അറിയാതെ തൻ്റെ റൂമിലിരുന്നു കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മുമ്പിൽ എഴുന്നേറ്റുകൊണ്ട് നമസ്കരിക്കുന്നു. അതോടൊപ്പം തന്നെ അവൻ്റെ മുമ്പിലിരുന്ന് 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് അള്ളാഹുവിനോട് ദുആ ചെയ്ത് കരഞ്ഞാൽ കിട്ടുന്ന ഒരു, മനസ്സിന് ലഭിക്കുന്ന ഒരു സുഖം, അത് എത്ര തന്നെ മറ്റേത് ഉല്ലാസങ്ങളിലാവട്ടെ, മറ്റേത് മേഖലകളിലാകട്ടെ ഒരു മനുഷ്യന് കിട്ടുകയില്ല. മാത്രമല്ല അവന്റെ തഖ്വ, അവന്റെ ഈമാൻ നിലനിർത്താൻ ഏറ്റവും അവന് സഹായകരമാകുന്ന ഒരു കാര്യമാണ് അവന്റെ രാത്രിയിലുള്ള നമസ്കാരം. പ്രിയപ്പെട്ടവർ, ഈ റമളാൻ മാസത്തിൽ 29 ദിവസവും നമ്മളത് ശീലിച്ചവരാണ്. റമളാനിന്റെ രാത്രികളിൽ നമ്മൾ ശീലിച്ചവരാണ്. അതുകൊണ്ട് ഈ റമളാനിന്റെ ശേഷവും
കഴിവിന്റെ പരമാവധി നമ്മൾ ഓരോരുത്തരും രാത്രിയിൽ എഴുന്നേറ്റുകൊണ്ട് നമസ്കരിക്കുന്നവരാകണം. നമ്മൾ എഴുന്നേൽക്കാൻ ശീലിച്ചവരാണ്, 4 മണിക്കും 3:30 മണിക്കും ഒക്കെ എഴുന്നേറ്റ് ശീലിച്ചവരാണ്. ആ ഒരു സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മുമ്പിൽ എഴുന്നേറ്റുകൊണ്ട് നമസ്കരിക്കുകയും നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് പറയുകയും ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ആശ്വാസം, മനസ്സിന് ലഭിക്കുന്ന ഒരു തഖ്വ, ഒരു ഈമാൻ, അത് മറ്റൊന്നിൽ നിന്നും നമുക്ക് ലഭിക്കുകയില്ല. അതുപോലെ തന്നെ പരിശുദ്ധമായ ഖുർആനിന്റെ പാരായണം നമ്മൾ ഈ റമദാൻ മാസത്തിൽ പരിപൂർണമായും ഓതിയവരുണ്ട്, 2, 3, 4 തവണ ഓതിയവരുണ്ട്. പരിശുദ്ധ ഖുർആൻ പരിപൂർണമായി അർത്ഥം വായിച്ചവരുണ്ട്. പല രൂപത്തിൽ വിശുദ്ധ ഖുർആനിനെ പരിഗണിച്ചവരാണ് ഈ റമദാൻ മാസത്തിൽ നമ്മൾ ഓരോരുത്തരും. പ്രിയപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇഖ്റഅൽ ഖുർആന ഫീ കുല്ലി ശഹ്രിൻ, എല്ലാ മാസത്തിലും നീ എന്ത് ചെയ്യണം? വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണമെന്ന്. എല്ലാ മാസത്തിലും, റമദാനിൽ മാത്രമെന്നല്ല പറഞ്ഞത്, എല്ലാ മാസത്തിലും തന്നാൽ കഴിയുന്ന രൂപത്തിൽ വിശുദ്ധ ഖുർആനിൽ നിന്ന് പാരായണം ചെയ്യേണ്ടതുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, 40 ദിവസത്തിലേറെ ഒരാൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് പരിപൂർണമായും പാരായണം ചെയ്തിട്ടില്ല എങ്കിൽ അവൻ ഖുർആനിനെ അവഗണിച്ച് കളഞ്ഞവരുടെ കൂട്ടത്തിലാണ് എന്ന് പോലും പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നതായി കൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗമാക്കി നമ്മൾ വെക്കുക വിശുദ്ധ ഖുർആനിന്റെ പാരായണം എന്നുള്ളത്. അത് നമ്മുടെ രാത്രി നമസ്കാരങ്ങളിലാകാം, ഒറ്റയ്ക്കിരിക്കുന്ന സമയത്താകാം, ഏത് സമയവും നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഓതാൻ വേണ്ടി, വായിക്കാൻ വേണ്ടി, അതിൻ്റെ ആശയങ്ങൾ പഠിക്കാൻ വേണ്ടി നമ്മുടെ സമയം നമ്മൾ ഓരോരുത്തരും കണ്ടെത്തുക. അതുപോലെ തന്നെ ഈ റമദാൻ നമ്മൾ ശീലിച്ച ഒരു കാര്യമാണ് നമ്മുടെ സ്വതക്കകൾ എന്ന് പറയുന്നത്. അങ്ങേയറ്റം കൂടുതലായി സ്വതക്കകൾ നൽകിയവർ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും, അവസാനത്തെ 10-ലും മറ്റുമൊക്കെ ആയിക്കൊണ്ട്. പ്രിയപ്പെട്ടവർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സദഖതു തുത്ഫിഉൽ ഖതീഅത കമാ യുത്ഫിഉൽ മാഉൻ നാർ. ഒരു വെള്ളം തീയിനെ എങ്ങനെയാണോ കെടുത്തിക്കളയുക, അതേ രൂപത്തിൽ നമ്മൾ കൊടുക്കുന്ന സ്വതക്കകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന പാകപ്പിഴവുകൾക്ക്, നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന തിന്മകളെ അത് കെടുത്തിക്കളയുന്നതാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ആരാണ് നമ്മുടെ കൂട്ടത്തിൽ തിന്മകൾ ചെയ്യാത്ത ആളുകൾ? നമ്മുടെ സ്വതക്കകൾ കൊണ്ട് അത് പരിഹരിക്കപ്പെടുമെന്നുണ്ട് എങ്കിൽ എത്ര ലാഭകരമായ കച്ചവടമാണ് അവൻ സ്വതക്കയിലൂടെ, എത്ര ലാഭകരമാണ് അവൻ സ്വതക്കയിലൂടെ നേടിയെടുക്കുന്നത്. അതുകൊണ്ട് എന്തെല്ലാം കർമ്മങ്ങൾ, ചില കർമ്മങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം, ഏതെല്ലാം കർമ്മങ്ങൾ ഒറ്റക്കായിട്ടും കൂട്ടമായിട്ടും എന്തൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടോ ആ കർമ്മങ്ങളൊക്കെ റമദാനിന് ശേഷവും നിലനിർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. എങ്കിൽ നമ്മൾ റമദാനിൽ നേടിയെടുത്തതായ ആ തഖ്വ നിലനിർത്താൻ നമുക്ക് അത് സഹായകരമാകുമെന്നുള്ളത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ മാഹൗലുകൾ, നമ്മുടെ ചുറ്റുപാടുകൾ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മാഹൗല് നമ്മൾ ശരിയാക്കുക, നമ്മുടെ ചുറ്റുപാടുകൾ നമ്മൾ ശരിയാക്കുക എന്നുള്ളതാണ്. പലപ്പോഴും മാഹൗല് ശരിയല്ല എങ്കിൽ, നമ്മുടെ ചുറ്റുപാടുകൾ ശരിയല്ല എങ്കിൽ നമ്മുടെ തഖ്വയെ നിലനിർത്താൻ ഉതകുന്നതായ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമുക്കൊരു പക്ഷേ സാധിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ ഉണ്ടാവുക അവന്റെ കൂട്ടുകാരന്റെ ദീനിലായിരിക്കും. കൂട്ടുകാരൻ ഒരു ഫാജിറാണോ അവൻ ഫാജിറായിരിക്കും. കൂട്ടുകാരൻ ഒരു ഫാസിഖാണോ, തെമ്മാടിയാണോ അവൻ അതുപോലെയായിരിക്കും. കൂട്ടുകാരൻ ഒരു മുശ്രിക്കാണോ ആ രൂപത്തിലായിരിക്കും. ഏത് രൂപത്തിലാണോ തൻ്റെ കൂട്ടുകാരൻ ഉള്ളത് അതേ രൂപത്തിലായിരിക്കും അവൻ ഉണ്ടാവുക എന്നുള്ളത്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് നമ്മുടെ കൂട്ടുകെട്ടുകൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ ചുറ്റുപാടിലുള്ള കൂട്ടുകെട്ടുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിൽ, ആരോടാണ് നമ്മൾ കൂട്ടുകൂടുന്നത് എന്നുള്ളത് ഓരോരുത്തരും ശ്രദ്ധിച്ചു കൊള്ളട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്ക് പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, റമദാനിൽ ഒരുപാട് സ്വാലിഹായ കൂട്ടുകാരെ നമുക്ക് കിട്ടി. ഒരുപാട് സ്വാലിഹായ മുജാലസത്തുകൾ, ഒരുപാട് കൂടിയിരുത്തങ്ങൾ, ഒരുപാട് സഹവാസങ്ങൾ ഈ പരിശുദ്ധ റമദാനിൽ നമ്മൾ നേടിയെടുത്തിട്ടുണ്ട്. ആ നേടിയെടുത്ത സഹവാസങ്ങളും കൂടിയിരിക്കലുകളും ഒക്കെ ഈ റമദാനിന്റെ ശേഷവും നമ്മൾ തുടർത്താൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും, ചില ജമാഅത്ത് നമസ്കാരങ്ങളിലൊക്കെ നമ്മുടെ കൂട്ടുകാരായിരിക്കും നമ്മളെ വിളിച്ചിട്ടുണ്ടാവുക. ചില തറാവീഹിനൊക്കെ നമ്മുടെ കൂട്ടുകാർ വിളിച്ചത് കൊണ്ടായിരിക്കും നമ്മൾ മസ്ജിദിലെത്തിയിട്ടുണ്ടാവുക. ചില കൂട്ടുകാർ വിശുദ്ധ ഖുർആൻ ഇരുന്ന് ഓതുന്നത് കണ്ടുകൊണ്ടായിരിക്കും ഒരുപക്ഷെ നമ്മളും വിശുദ്ധ ഖുർആൻ പള്ളിയിൽ ഇരുന്നു കൊണ്ട് ഓതിയിട്ടുണ്ടാവുക. അപ്പൊ നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ അമലു സാലിഹാത്തുകളെ
നല്ല രൂപത്തിൽ സ്വാധീനിക്കുമെന്നുള്ളതാണ് അതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ റമദാനിൻ്റെ ശേഷവും നമ്മുടെ ചുറ്റുപാടുകൾ വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് സ്വന്തം, അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ ചുറ്റുപാടുകളും എല്ലാം തന്നെയും നമ്മൾ ശ്രദ്ധിക്കണം. അതില്ല എങ്കിൽ ഈ റമദാനിൻ്റെ 29 ദിനരാത്രങ്ങൾ കൊണ്ട് നമ്മൾ നേടിയെടുത്തതായ ആ ഈമാനിക ചൈതന്യം അത് നഷ്ടപ്പെട്ടു പോകാൻ അതൊക്കെ കാരണമായി തീരുമെന്നാണ് റസൂൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വേദക്കാരായ ആളുകളെ കുറിച്ച് പറഞ്ഞത് കാണാം. ഫത്വാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും. അവർക്ക് സൽക്കർമ്മങ്ങളുമായി മറ്റുമൊക്കെ ഒരുപാട് കാലത്തിലുള്ള ഗ്യാപ്പ് വന്ന സമയത്ത് ഫഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി എന്നാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയങ്ങൾ കടുത്തുപോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറഞ്ഞാൽ ഹൃദയം കടുത്തുപോവുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയാത്തുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ എന്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ഹൃദയത്തിന് യാതൊരു ചലനവുമില്ലാത്ത ഒരു അവസ്ഥ, യാതൊരു നിലക്കുള്ള തഅ്സീറും ഒരു സ്വാധീനവും ഖുർആനിന്റെ ആയാത്തുകളോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളോ നമ്മുടെ ഹൃദയത്തിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവർ, അവൻ്റെ ഹൃദയം കടുത്തു പോയിരിക്കുന്നു. മാത്രമല്ല, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് നൽകുന്ന ഏറ്റവും വലിയ ശിക്ഷ. വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ ഒന്ന് കരയാൻ സാധിക്കുന്നില്ല, നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ഓർമ്മകൾ അവന് വരുന്നില്ല എന്നുണ്ട് എങ്കിൽ അവൻ്റെ ഹൃദയം കടുത്തുപോയിരിക്കുന്നു എന്നാണ്. വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ സംബന്ധിച്ച് പറഞ്ഞത് ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും. മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് പരാമർശിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ഹൃദയങ്ങൾക്കൊരു പ്രകമ്പനം ഉണ്ടാകും. വഇദാ തുലിയത് ആയാതുഹു സാദതുഹും ഈമാന. വിശുദ്ധ ഖുർആനിന്റെ ആയാത്തുകൾ അവർക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ ആയാത്തുകൾ സാദതുഹും ഈമാന, ആയാത്തുകൾ അവർക്ക് ഈമാനിനെ വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞത്. വഅലാ റബ്ബിഹിം യതവക്കലുൻ. മാത്രമല്ല, അവർ അവരുടെ റബ്ബിൽ തവക്കുൽ ചെയ്യുന്നവരായിരിക്കും, അവർ ഭരമേൽപ്പിക്കുന്നവരായിരിക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ഹൃദയം കടുത്തു പോകാൻ കാരണമായി തീരുന്ന കാര്യമാണ് സൽക്കർമ്മങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുക, സച്ചരിതരായ ആളുകളിൽ നിന്ന്, സ്വാലിഹുകളായ ആളുകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക എന്നുള്ളതൊക്കെ. അപ്പം നമ്മുടെ മാഹൗലും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു മേഖലയാണ് എല്ലായ്പ്പോഴും വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചുള്ള ഉത്ബോധനങ്ങൾ കേൾക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും സമയം കണ്ടെത്തുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞു, വദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ. നീ ഓർമ്മപ്പെടുത്തുക, ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ. ആ ഓർമ്മപ്പെടുത്തൽ ആർക്ക് ഉപകാരപ്പെടുമെന്നാ പറഞ്ഞത്? മുഅ്മിനീങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നാ പറഞ്ഞത്. അപ്പോൾ നമ്മളൊരു വിശ്വാസിയാണോ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും ഒക്കെ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയാണോ, ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും ഉപകാരപ്പെടുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? വിശുദ്ധ ഖുർആനിനെ കുറിച്ച് കേൾക്കുക, ദീനിനെ കുറിച്ച് കേൾക്കുക, അങ്ങനെയുള്ള സദസ്സുകളൊക്കെ കണ്ടെത്തി അവിടെ പോയിരിക്കുക. ഇതൊക്കെ ഈ റമദാനിന് ശേഷം നമ്മൾ നിലനിർത്തുന്നുണ്ട് എങ്കിൽ നമ്മൾ നേടിയതായ തഖ്വ നിലനിർത്താൻ നമുക്ക് സാധിക്കുമെന്നാണ് ഇതിൻ്റെയൊക്കെ ആശയമായിക്കൊണ്ട് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തഖുല്ലാഹ ഇബാദല്ലാഹ്. പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞ് ശവ്വാലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. ഈ ശവ്വാലിൽ നമ്മൾ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കർമ്മം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചിരുന്നതായി കാണാം. മൻ സ്വാമ റമദാന, ആരെങ്കിലും പരിശുദ്ധമായ റമദാനിൽ നോമ്പനുഷ്ഠിച്ചു, സുമ്മ അത്ബഅഹു സിത്തൻ മിൻ ശവ്വാൽ, എന്നിട്ട് ശവ്വാലിൽ 6 നോമ്പിനെയും കൂടി അവൻ തുടർന്ന് ചെയ്തു കഴിഞ്ഞാൽ കാന കസിയാമിദ് ദഹ്രി, അവൻ ഒരു വർഷം മുഴുവനും നോമ്പനുഷ്ഠിച്ചവനെ പോലെയാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, പലപ്പോഴും പല ആളുകളും ചോദിക്കുന്ന ഒരു കാര്യമാണ്, 6 നോമ്പ് തുടർച്ചയായിക്കൊണ്ട് തന്നെ വീട്ടേണ്ടതുണ്ടോ അല്ലെങ്കിൽ എടുക്കേണ്ടതുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഒരാൾ
വ്യത്യസ്ത ദിവസങ്ങളിൽ ഒരാൾ എടുത്താലും തുടർച്ചയായിട്ട് ഒരാൾ എടുത്തു കഴിഞ്ഞാലും എല്ലാം തന്നെയും ഈ ഹദീസിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അവർക്ക് ആ പ്രതിഫലം ലഭിക്കുകയും ചെയ്യുമെന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഖളാ ആയ നോമ്പുള്ള ആളുകളുണ്ടോ, ചിലപ്പോൾ റമദാൻ മാസത്തിൽ എന്തെങ്കിലും രോഗം കാരണത്താലോ മറ്റു പ്രയാസങ്ങൾ കാരണത്താലോ നഷ്ടപ്പെട്ട നോമ്പുകൾ ഉണ്ട് എങ്കിൽ അവർ ആദ്യം മുന്തിക്കേണ്ടത് ആ നഷ്ടപ്പെട്ട നോമ്പിനെയാണ്. ആ നഷ്ടപ്പെട്ട നോമ്പ് നോറ്റതിന് ശേഷമാണ് 6 നോമ്പിനെ അവർ നോൽക്കേണ്ടത്. ഈ 6 നോമ്പിനെയും അവർ നിയ്യത്താക്കേണ്ടത്. ഇനി ഒരാൾ 2നും കൂടെ നിയ്യത്താക്കി, ഖളാ ആയ നോമ്പിനെയും നിയ്യത്താക്കി, അതുപോലെ തന്നെ ശവ്വാലിലെ 6 നോമ്പിനെയും നിയ്യത്താക്കി എങ്കിൽ അവിടെ നടപ്പാകുന്നത് ഖളാ ആയ നോമ്പായിരിക്കും അവിടെ നടപ്പാവുക. അതല്ലാതെ ശവ്വാലിലെ നോമ്പ് നടപ്പാവുകയില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൻ സാമ റമളാന, റമളാനിൽ ഒരാൾ പൂർണ്ണമായും നോമ്പ് അനുഷ്ഠിച്ചാൽ എന്നാണ്. അപ്പോൾ പരിപൂർണമായി നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് ശവ്വാലിലെ 6 നോമ്പ് നോൽക്കാൻ നിബന്ധനയാണ്. അപ്പോൾ ആ നിബന്ധന പാലിക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, 6 നോമ്പിൻ്റെ ഈ പരിപൂർണമായ പ്രതിഫലം അദ്ദേഹത്തിന് ലഭിക്കുക എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കുക. ഏറ്റവും നല്ലത് എന്നല്ല, ഒരാൾക്ക് ചെയ്യാൻ സൗകര്യമായത് ദിവസങ്ങൾ അയാൾക്ക് എന്ത് ചെയ്യാം. പ്രത്യേകിച്ച് അയ്യാമുൽ ബീദിന്റെ നോമ്പെടുക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. 13, 14, 15 ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കുന്ന ആളുകളുണ്ടാവും. അവർക്ക് പണ്ഡിതന്മാർ പറയുന്നത് അതിൻ്റെ ശേഷമോ അതിൻ്റെ മുമ്പോ ആയിക്കൊണ്ട്, അതായത് 10, 11, 12 ദിവസങ്ങൾ അല്ലെങ്കിൽ 16, 17, 18 ദിവസങ്ങളിൽ അപ്പുറത്തും ഇപ്പുറത്തും ആക്കിയിട്ടൊക്കെ അവർക്ക് ആ നോമ്പിനെ എടുക്കാം. അതല്ലാതെ 2ാമത്തെ ദിവസം തൊട്ട് തന്നെ നോമ്പനുഷ്ഠിക്കേണ്ടുന്ന ആവശ്യമൊന്നുമില്ല. ഈ ശവ്വാൽ തീരുന്നതിന് മുമ്പായിക്കൊണ്ട് 6 നോമ്പിനെ അവർ നോറ്റ് വീട്ടിയാൽ മതി എന്നാണ് പണ്ഡിതന്മാരൊക്കെ ഈ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നത്. എന്നിരുന്നാലും കഴിവിൻ്റെ പരമാവധി എത്രയും പെട്ടെന്ന് ആ നോമ്പെടുത്ത് ആ പ്രതിഫലം കരസ്ഥമാക്കണമെന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് എനിക്കും നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.